തമ്പുരാന്റെ ഉയർപ്പു പെരുന്നാളിൽ ലോകം മുഴുവൻ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന ഒരു സമയമാണ് ഇത്. പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഒരാൾ ഉയർപ്പ് കാലത്ത് മറ്റൊരാളെ കണ്ടാൽ ഉച്ചരിക്കേണ്ടുന്ന ഒരു മന്ത്രം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഹി ഈസ് റൈസൺ. അപ്പോൾ അതിന് പ്രതിവാദ്യമായി അത് കേൾക്കുന്നയാൾ പറയാറുണ്ട്: നമ്മുടെ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ട്രൂലി ഹി ഈസ് റൈസൺ. വേദശാസ്ത്ര ചിന്തകൾക്ക് അപ്പുറമായി ലോകത്തിന് പ്രതീക്ഷയുടെ വലിയ വെളിച്ചമാണ് ഉയർപ്പ് പെരുന്നാൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഭയത്തിന്റെയും വെറുപ്പിന്റെയും ഇരുളിന്റെയും മേൽ നന്മയ്ക്കുണ്ടായ വിജയമാണ് ഉയർപ്പ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷിച്ച സമൂഹ മാധ്യമങ്ങളിലെ ഒരു ട്രോൾ ഇങ്ങനെയാണ്: അച്ചായന്മാരെ കണ്ടു പഠിക്കണം, അവരുടെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ട് കൂടിയും അവർ ദേവാലയത്തിൽ പോകാതെ വീടുകളിൽ കഴിയുന്നു എന്നതാണ് ആ നർമ്മമുള്ള ഒരു ട്രോൾ എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാജ്യവും അതിന്റെ നിയമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടത് ഇല്ലല്ലോ. ദേവാലയത്തിൽ പോകുവാൻ കഴിയുന്നില്ല എങ്കിലും നമ്മളുടെ കൂടുതൽ ഭവനങ്ങളും ദൈവാലയങ്ങളാക്കി മാറ്റി നോമ്പോടും പ്രാർത്ഥനയോടും കഴിച്ചു കൂട്ടുന്നു എന്നുള്ളത് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദേവാലയത്തിലെ കുരുത്തോലയും പെസഹായുടെ വിശുദ്ധ കുർബാന അനുഭവവും ദുഃഖവെള്ളിയാഴ്ചയുടെ ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥനകളും അതിനുശേഷമുള്ള കഞ്ഞി നേർച്ചയും ഉയർപ്പ് പെരുന്നാളിൽ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദേവാലയത്തിലേക്കുള്ള കൂട്ടമായുള്ള യാത്രയും സന്തോഷത്തോടുകൂടിയുള്ള തിരിച്ചുള്ള വരവും ഒക്കെ ഈ സമയത്ത് നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. എങ്കിലും നല്ല നാളുകളിലേക്കാണ് ഇന്ന് എന്ന ബോധം നമുക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഈ ദിവസങ്ങളിലെ വീട്ടുവാസം നമ്മളുടെ ഭവനങ്ങളുടെ ഉയർപ്പിനും നന്മയ്ക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റേ അറ്റ് ഹോം ഫോർ റൈസൺ, സ്റ്റേ അറ്റ് ഹോം ഫോർ വിൻ. തമ്പുരാൻ ഖബറിൽ ഉയർപ്പിനായി കാത്തിരുന്നതുപോലെ മാനവ കുലത്തിന്റെ വലിയ വിജയത്തിനാകട്ടെ ഈ ഭവനങ്ങളിലുള്ള വാസമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു അന്വേഷണം പലപ്പോഴും നമ്മളുടെ മാത്രം സുഖ അന്വേഷണമായി മാറുന്ന ഈ കാലയളവിൽ, അഥവാ സമ്പത്ത് ലഭിക്കുവാനുള്ള ഒരു കുറുക്കുവഴിയായി ക്രിസ്തു മതത്തെ കാണുന്ന ചിലർക്കെങ്കിലും ഉയർപ്പെന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സമൂഹം പുറന്തള്ളിയ ഒരുവൾക്കാണ് ക്രിസ്തു ദർശനം ആദ്യമുണ്ടാകുന്നത്. നമ്മൾ അളക്കുന്ന അളവല്ല ക്രിസ്തു അളക്കുവാൻ ഉപയോഗിക്കുന്നത് എന്ന് ഇതിൽ വളരെ സ്പഷ്ടമാണല്ലോ. മഗ്ദലന മറിയാമിന്റെ ക്രിസ്തു അന്വേഷണം എത്തിച്ചേരുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാനുള്ള ആ വലിയ ഭാഗ്യത്തിലേക്കാണ്. അവളോട് തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ്: വൈ ആർ യു ക്രൈയിങ്? മനുഷ്യകുലത്തിന്റെ കണ്ണുനീര് മാറ്റുവാൻ കൂടിയുള്ള ഒരു ചോദ്യമാണ് ഉയർപ്പ് പെരുന്നാളിൽ തമ്പുരാൻ നമ്മളോടായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ പലതാവാം. പക്ഷെ ക്രിസ്തു പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് ഉണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ രോഗത്തിന്റെയും പരാജയത്തിന്റെയും നിരാശയുടെയും വേദനയുടെയും കണ്ണുനീരിന്റെയും ഒക്കെ ഇരുളിൽ കൂടിയാകാം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് അപ്പുറമായി ഒരു വലിയ വിജയത്തിന് സാധ്യതയുണ്ട് നിന്റെ ജീവിതത്തിൽ എന്നാണ് ഉയർപ്പ് പെരുന്നാളിൽ കൂടി ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശയിലേക്ക് തള്ളിപ്പോകേണ്ടുന്ന കാര്യമൊന്നുമില്ല. തമ്പുരാനെ അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. തമ്പുരാൻ നമ്മളോട്, നമ്മുടെ ഹൃദയങ്ങളോടാണ് സംവാദിക്കുന്നത്. അത് നമ്മളുടെ അനുഗ്രഹത്തിനാണ് എന്നുള്ളത് മറന്നു പോകരുത്. കോവിഡിന് എതിരെയുള്ള പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തിയ ആരോഗ്യ പ്രവർത്തകരെ പറ്റി പോപ്പ് ഫ്രാൻസിസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്:
തൊട്ടടുത്തുള്ള വിശുദ്ധർ എന്നാണ്. ഒരുപക്ഷെ നമ്മളുടെ പരിസരങ്ങളിൽ വിശുദ്ധന്മാരെയും വിശുദ്ധരെയും കണ്ടെത്തുവാനുള്ള ഒരു സമയമായി ഇത് മാറട്ടെ. അവരുടെ ത്യാഗവും അവരുടെ ആ നിസ്വാർത്ഥതയുമൊക്കെ നമുക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവജാതി ഉയർപ്പിന്റെ ഈ കാലം കണ്ണുനീരൊഴുക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഈ ഉയർപ്പിന്റെ വാക്കുകൾ ഈ ലോകത്തോട് പറയണമേ. വൈ ആർ യു ക്രൈയിങ്? സന്തോഷത്തിന്റെ ഒരു ഉയർപ്പിനായി, രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു ഉയർപ്പിനായി ലോകം കാത്തിരിക്കുകയാണല്ലോ. ആദ്യത്തെ 3 സുവിശേഷവും അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്നു തന്നെയാണ്. അവൻ ഇവിടെയില്ല, ഹി ഈസ് നോട്ട് ഹിയർ. ഒരുപക്ഷെ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കാണെന്നൊക്കെ തോന്നാമെങ്കിലും തമ്പുരാൻ കല്ലറയില്ല, നമ്മളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്നാണ് ഈ സുവിശേഷ വാക്യങ്ങൾ അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഇനി നമ്മൾ അന്വേഷിക്കേണ്ടുന്നത് നമ്മളുടെ ഹൃദയത്തിൽ തന്നെയാണ്. സീക്ക് ക്രൈസ്റ്റ് ഇൻ അവർ ഹെഡ്. നമ്മുടെ ഹൃദയങ്ങളിൽ തമ്പുരാനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വയലാർ പാടുന്നത് പോലെ അവിടെയുമല്ല ഇവിടെയുമല്ല ഈശ്വരൻ വസിക്കുന്നത്, മറിച്ച് ഹൃദയമാണ് ഈശ്വരന്റെ വാസലമെന്ന്. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമാണ് ഭാഗ്യവും തമ്പുരാനെ ദർശിക്കുവാനുള്ള അനുഭവമെന്ന് വേദം പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ മൺകൂനയായിരുന്നു, നാളെ ഞാൻ കാണുമോ എന്നറിയില്ല, പക്ഷെ ഇന്ന് ഞാൻ പ്രകാശിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നുവെന്ന് ടാഗോറിന്റെ ഒരു ചെറിയ മൺവിളക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കയ്യിലാണ്. അത് പ്രകാശിക്കാതിരിക്കുവാൻ സാധിക്കൂ എന്നുകൂടി ഒരു ചോദ്യമുണ്ട്. വിഷുവല്ലേ, പൂക്കാതിരിക്കുവാൻ സാധിക്കുവോ എന്ന് കണിക്കൊന്ന പ്രാർത്ഥിക്കുന്നത് പോലെ. ഉയർപ്പ് പെരുന്നാൾ ഒരു പ്രകാശത്തിന്റെ ഉത്സവം കൂടിയാണ്. ഈസ്റ്റർ എന്ന വാക്ക് തന്നെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്നൊക്കെ കൂടിയുണ്ടല്ലോ. വിശുദ്ധമായ പ്രകാശമാകട്ടെ ഈ ഉയർപ്പിന്റെ പെരുന്നാൾ ദിനങ്ങൾ. ഭീമ സർപ്പത്തിൻ വിഷപ്പല്ല് വിടർത്തും ഈ മഹാദുഃഖത്തിൽ നിന്ന് ഉയർത്തുവാൻ നീ വരില്ലയോ എന്ന് കവിയോടൊപ്പം നമുക്കും പാടുവാൻ സാധിക്കും. വേദനയുടെയും ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും നിരാശയുടെയും ഒക്കെ കുഴിയിലേക്ക് താഴ്ന്നു പോകുന്ന ലോകത്തോട് തമ്പുരാന്റെ ഉയർപ്പ് പെരുന്നാൾ പറയുന്നത് ഭയപ്പെടേണ്ട, ഒരു ഉയർപ്പിന്റെ കാലമുട്ടമുണ്ട് എന്ന് തന്നെയാണ്. വേദനയുടെ തലപ്പാവ് ചാർത്തിടും ഈ കാലത്ത് സൗഖ്യത്തിൻ്റെതാവട്ടെ ഈ ഉയർപ്പ് കാലമെന്ന പ്രാർത്ഥനയോടുകൂടി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.